യെസ് മക്കളെ. എടാ അപ്പോൾ നമുക്ക് നമ്മുടെ പാഠം തുടങ്ങല്ലേ? എല്ലാവരും മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചേ. വേഗം നമുക്കിത് ചാപ്റ്റർ തീർക്കാനുള്ളതാ. വേഗം എടുത്ത് വെച്ചേ. ഓക്കേടാ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ തീർക്കണം. യെസ്, നമ്മൾ എവിടം വരെ എത്തിയാടാ മക്കളെ? ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? ആരെങ്കിലും വായിക്കാറുണ്ടോ ഞാൻ എടുക്കണ 6ാമത്തെ ചാപ്റ്റർ? നിങ്ങൾ അന്ന് മറന്ന? അനാമിക അറിയാന്ന്. അനാമിക അല്ലത്? അതെ യെസ്, പറഞ്ഞ മോളെ. ഞാൻ എവിടം വരെ എടുത്തു നിർത്തി നോക്കട്ടെ. വായിക്കുന്ന കുട്ടിയാണെങ്കിൽ അറിയാം. എവിടം വരെ എടുത്തു നിർത്തി? എവിടം വരെ എടുത്തു? ഒരു മിനിറ്റ് എന്നാ പറ. പോയി. പുതുക്കാൻ കഴിയാത്തതാ? അത് ഫുള്ള് എടുത്താ? സോളാറൊക്കെ എടുത്താ? അപ്പൊ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അതൊക്കെ എടുത്താ? അതെടുത്തണ്ടല്ലോ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി വിൻഡ് എടുത്തില്ലേ ഞാൻ? ഞാൻ അതൊക്കെ എടുത്ത്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി വിൻഡൊക്കെ എടുത്തു. ഞാൻ പിക്ചറൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നന്നായിണ്ട്. പോട്ടെ, ബാ നമുക്ക് സോളാർ പഠിക്കാം. വേഗം പാട്ടാ. ഫുള്ള് നമ്മളെന്താണ്, നമുക്ക് കുറേ ഉണ്ട്. ഈ ചാപ്റ്റർ ഭയങ്കര വലുതാലേ? എന്തോരണത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ എത്ര എൻ്റെ മക്കൾക്ക്. യെസ്, എനർജി ഫ്രം സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ദേ കാണുന്ന പിക്ചറിൽ കാണുന്ന സോളാർ ഉപയോഗിച്ച്. യെസ്, അപ്പോൾ എന്താണ് സോളാർ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യെസ്, അപ്പോൾ എന്താണ്? യെസ്, ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് വെൻ സൺലൈറ്റ് ഹിറ്റ്സ് എ സോളാർ പാനൽ അല്ലേ? സോളാർ പാനലിൽ സൂര്യത്തിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ എന്താണ് സൺലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും അറിയോ? നിങ്ങൾക്ക് അറിയോ എന്ത് ഫുള്ള് സോളാർ സിസ്റ്റത്തിൽ മാത്രം റണ്ണ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരറിയോ? യെസ്, വിളിച്ചേ. എല്ലാവർക്കും അറിയാം. ഇത്രയും കൈകൾ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. ആരാ? ഗുഡ് ഈവനിങ്. പറ. കൊച്ചിൻ എയർപോർട്ട്. അതിനെ പറഞ്ഞു നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയും CIAL, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. CIAL എന്ന് പറയും. യെസ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നീ കാണിച്ചു വെച്ചിരിക്കണം കേട്ടാ. ഇത്രയും കിട്ടിയുള്ളൂ. ഇനി ആണോ ഇവിടെ ഇത് കൊച്ചിൻ ഇന്റർനാഷണലിന്റെ ഇതാണ്. ഞാൻ കുറെ നോക്കി, പിക്ചർ നോക്കിയിട്ടില്ല. ഇതതിന്റെ മോൾ ഭാഗം ഞാൻ എടുത്തു വെച്ചതാ. ഇനി അതോറിറ്റിയും ഒതന്റിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ അസ്യൂം ചെയ്താണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പിക്ചർ നോക്കട്ടെ. ഇത് ക്ലാസ് കഴിഞ്ഞതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സോളാർ ഉണ്ട്. കാരണം വേൾഡിൽ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമാണ് ഫുള്ളി സോളാറിൽ ഫങ്ഷൻ ചെയ്യുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് പോവാം. യെസ്, അടുത്തതിലേക്ക് എന്താ? ഇൻ വാട്ട് വേസ് ആർ ദ എനർജി ഫ്രം സൺലൈറ്റ് യൂട്ടിലൈസ്? സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഒന്ന്, ഡ്രൈയിങ് ക്ലോത്ത്സ്. നിങ്ങൾക്ക് ഇത് അറിയാം, ഡ്രൈയിങ് ക്ലോത്ത്സ് ആണ്. 2, ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂസിങ് സോളാർ പ്ലാന്റ്സ് അല്ലേ? സൗരോർജ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, വസ്തുക്കൾ ഉണക്കുന്നതിനായിട്ട്. മൂന്നാമത്തത് എന്താണ്? നമ്മളെ വാട്ടർ ഹീറ്റർ എന്ന് പറയില്ലേ? ജലതാപനികൾ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കാൻ വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്റർ. ഞാൻ കാണിച്ചത് സോളാർ വാട്ടർ ഹീറ്റർ. യെസ്, ഇതാണ് നമ്മുടെ ഇത് സോളാർ കുക്കർ എന്ന് പറയും. ഇതാണ് സോളാർ കുക്കർ. ഈ ഫിഗർ ഇതാണ് സോളാർ വാട്ടർ ഹീറ്റർ എന്ന് വെച്ചാൽ ഇത് സോളാർ പാനലായിരിക്കും. എന്തായിരിക്കും? ഇതുമ്മ വെളിച്ചം തട്ടുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഇതനുസരിച്ച്, തീവ്രതയ്ക്ക് അനുസരിച്ച് ഇതെന്താ വെള്ളത്തെ ചൂടാക്കി മാറ്റും. ഇത് കണ്ടോ? വേണ്ട, ആവി പോണുണ്ടോ? ഫുഡിൽ നിന്ന് ആവി ഇങ്ങനെ പറന്ന് പോകണുണ്ടോ? കണ്ടോ? കുക്ക് ചെയ്യുന്നുണ്ടോ? സൂര്യ വെളിച്ചം ഉപയോഗിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്.
ഡിവൈസസ് ദാറ്റ് യൂസ് ഹീറ്റ് ഫ്രം സോളാർ എനർജി ഇൻക്ലൂഡ് സോളാർ കുക്കർ ആൻഡ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. ഓക്കെ, പിന്നെ സോളാർ കാൽക്കുലേറ്റർ ഉണ്ട്, സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, സോളാർ ലാറ്റേൺ ഉണ്ട്. ലാറ്റേൺസ് കണ്ടിട്ടില്ലേ, തൂക്കുവിളക്ക്. ഇതൊക്കെ നിങ്ങൾ എന്താണ് ഒന്ന് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. തിരുവിളക്ക് എന്താണ്, അതുപോലെ തൂക്കുവിളക്കുകൾ കണ്ടിട്ടുണ്ട്, പിന്നെ കാൽക്കുലേറ്റേഴ്സ്, ഹീറ്ററുകൾ, ഇതൊക്കെ എന്താണ് സൗരോർജത്തിലെ താപം ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മളുടെ സൗരോർജം അല്ലാന്നുണ്ടെങ്കിൽ സോളാർ എനർജി എന്തായിട്ടാണ് മാറുന്നത്, ഈ കൺവേർഷൻ പഠിച്ചോ. സോളാർ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആണ്. സോളാർ എനർജി സൗരോർജം എന്തായിട്ട് മാറും, വൈദ്യുതി ഊർജമായിട്ട് മാറും. ഇത് എഴുതി വെച്ചേക്കട്ടാ. സൗരോർജം എന്ത് ഊർജ്ജമായിട്ട് മാറും, വൈദ്യുതി ഊർജ്ജമായിട്ട് മാറും. ഇത് എഴുതി വെച്ചേക്ക്. യെസ്, അങ്ങനെ സോളാർ എനർജീനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ലടാ. സോളാർ എനർജീനെ കുറിച്ച് ഐഡിയ കിട്ടിയില്ലേ? യെസ്, സിമ്പിളാണ് സോളാർ എനർജി. നിങ്ങൾക്ക് എല്ലാം സിമ്പിളാണ്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറേ കണ്ടന്റ് പഠിക്കാനുണ്ട്. അതാണ് പ്രശ്നം, കുറേ കണ്ടന്റ് പഠിക്കാനുണ്ട്. യെസ്, എൻ്റെ ദേവന, ഹലോ ഹലോ, ദേവന പി വി, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുന്നില്ല ദേവന. ഓക്കെ, മോള് ദിയ അല്ലേ ഏറ്റവും ഫസ്റ്റ്? ദിയ കുട്ടി, ഗുഡ് ഈവനിങ്. ഇന്ന് കുളിക്കാനൊന്നും സമയം കിട്ടിയില്ലേ? സാധാരണ ഇങ്ങനെ യൂണിഫോം ഇട്ട് ഞാൻ കണ്ടിട്ടില്ലേ. ഓ, ലൈക്ക് ദാറ്റ്. എവിടെ, ഏത് സ്കൂളിലാണ്? കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ്. അത് കോളേജിന്റെ അടുത്തുള്ളതാണോ? ആ, ചോദിച്ചതാ. ഓ, സമ്മതിച്ചു. യെസ്, അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ് കേട്ടോ. യെസ്, ആരെ വീട്ടിലൊക്കെ ഉണ്ട് ഇത്? ആരെ വീട്ടിലൊക്കെ ഉണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ്? ആരെ വീട്ടിലൊക്കെ ഉണ്ട്? ആരെയും വീട്ടിലില്ല. നന്നായി. ഒരാളെയും വീട്ടിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇല്ല. അമൽ ഫ്രാൻസിസ്. എവിടെ അമൽ ഫ്രാൻസിസ്? ഇല്ല 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 ഇല്ല. ആരെയും വീട്ടിലില്ല ഇലക്ട്രിക് വെഹിക്കിൾസ്? റയാൻ ജിനേഷ്. റയാനെ, എന്താണുള്ളത്? സ്കൂട്ടി ഉണ്ട്. ഏതിന്റെ? ചേതക്കിന്റെ. ഓ, പുലിയാണ് കേട്ടാ. ചേതക്കിന്റെ ഇലക്ട്രിക് ഒക്കെയാണ്. ചേതക്കിന്റെ പിക്ചർ കിട്ടിയില്ലടാ. തൽക്കാലം നീ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. എനിക്ക് കിട്ടിയ പിക്ചർ ഇതാ. ഇതാരാണ് നമ്മളെ? ഇതാരത്? ആ, പേര് പറ. ഓല. അതന്നെ, ഇതാണ് നമ്മുടെ ഓല. ഓക്കെ, അപ്പൊ ഓലേനെ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഓലേനെ വെച്ച് നിങ്ങൾ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെന്താണ് നമ്മള് സാധാരണ നമ്മളെ കയ്യിലുള്ള വണ്ടി പെട്രോളും ഡീസലും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ എന്താണ് ഉപയോഗിക്കുന്നത്? ഫ്യൂവലായിട്ട്. എന്താണ് ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്? പറഞ്ഞേ. മിഖേൽ. ഇലക്ട്രിസിറ്റി. അത്രേ ഉള്ളൂ. ഇത് പഠിച്ചാൽ മതി, വേറൊന്നും വേണ്ട. അപ്പൊ എന്താണ്? യെസ്. ഓക്കെ, അപ്പൊ എന്താ? An electric vehicle is a type of transportation powered by electricity instead of fuel. അല്ലേ, അവിടത്തെ ഇന്ധനം ഇലക്ട്രിസിറ്റി ആണ്. യെസ്, എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ധനത്തിന് പകരം വൈദ്യുതിയാൽ പ്രവർത്തിക്കുന്ന ഗതാഗത ഉപകരണമാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ വെഹിക്കിൾസ് വിത്ത് ഇതിന് നമ്പർ പ്ലേറ്റ് കണ്ടോ? സാധാരണ നമ്മളതിലുള്ള വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വെള്ളേമ കറുപ്പ് അക്ഷരായിരിക്കും. ഇതിനങ്ങനല്ല, പച്ചയമല്ലേ, വിത്ത് ഗ്രീൻ നമ്പർ പ്ലേറ്റ് ആണ്. അത് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എന്ത് നിറത്തിലുള്ള ഇതാണ് കൊടുക്കുന്നത്? എന്ത് നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് ആണ് കൊടുക്കുന്നത്? ഗ്രീൻ ആണ്. ഗ്രീൻ. എന്ത് നിറത്തിലുള്ള കൊടുക്കുന്നത്? ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അടുത്തതിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതിലോട്ട്. ഓക്കെ, അടുത്ത എന്താണ്? യെസ്, ഗ്രീൻ കൊടുത്തതിന് ശേഷം
നമ്മൾ പറഞ്ഞു ദേ റൺ ഓൺ എന്താണ്, they run on electricity instead of petrol or diesel, which help to reduce air pollution. ഇത് നല്ല പോയിന്റാ, ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇലക്ട്രിസിറ്റി കൊണ്ട് അത് ഓടുന്ന സ്ഥിതിക്ക് അതിന് എയർ പൊല്യൂഷൻ ഉണ്ടാക്കണ്ട, എയർ പൊല്യൂഷൻ ഉണ്ടാക്കുകയില്ല എന്ന്. എന്താണ് എയർ പൊല്യൂഷൻ? വായു മലിനീകരണം എന്തായിരിക്കും, അത് കുറയ്ക്കും, നന്നായിട്ട് കുറയ്ക്കും. വായുവിനെ മലിനീകരിക്കില്ല. ഓക്കെ, വായുവിനെ എന്താ നശിപ്പിക്കില്ല എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോട്ടാ. വായു മലിനീകരണം കുറയ്ക്കാൻ ആര് സഹായിക്കും? ഇലക്ട്രിക് വണ്ടികൾ സഹായിക്കും, ഇങ്ങനത്തെ വണ്ടികൾ സഹായിക്കും. ഇതേതാന്ന് പറയാൻ പറ്റോടാ? ഇതൊരു ഇലക്ട്രിക് കാറാണ്. ഇതെന്താന്ന് പറയാൻ പറ്റും നമുക്ക്? ഇന്നത്തെ ടാസ്ക് അമൽ ഫ്രാൻസിസ്. ഗുഡ് ഈവനിങ്. ഓ എൻ്റെ പൊന്നെ, BE6 തന്നെയാണ്. 9 ഇടായിരുന്നു ഞാൻ. 6 കിട്ടൂല എന്ന് വെച്ചാൽ 9 ആണ് എല്ലാവരും കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടാ. ഇത് BE6 എന്നല്ല, BE6E എന്നുണ്ട്. E ഫോർ ഇലക്ട്രിക്, അത് എപ്പോഴും പറയണം. തെറ്റിപ്പോയി. BE6E ഉണ്ട് കേട്ടാ. അതേപോലെ നമ്മൾ പറയില്ലേ ടാറ്റാരെ പഞ്ച്.EV എന്നാണ് ആ കാറിന്റെ പേര്, അല്ലാണ്ട് പഞ്ച് എന്നല്ല. ആ .EV ഇലക്ട്രിക് ആണെന്നുള്ളത് കൃത്യം പറയണം. ഓക്കെ, തെറ്റിയില്ലേ? യെസ്. അപ്പൊ BE6 ഒക്കെ അടിപൊളി കാറാണ്, ഇലക്ട്രിക്കിൽ ഉപയോഗിക്കുന്ന നല്ല ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു കാറാണ്. അതേപോലെ അതിന് വില ഉണ്ട് കേട്ടോ, അതൊരു പോയിന്റ് ആണ്. അപ്പൊ എന്താണ്, അപ്പൊ ഇങ്ങനത്തെ കാറുകളൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ എല്ലാവരും ഇലക്ട്രിക്കിലോട്ട് മാറുന്നതാണ് ഇപ്പൊ പറയുന്നത്. ഭാവിയിൽ എല്ലാവരും ഇലക്ട്രിക്കിലോട്ട് മാറുന്നതാണ് പറയുന്നത്. സോ ഭാവിയിൽ നമ്മൾക്ക് എന്താണ്, വായുമലിനീകരണം ക്രമേണ നമുക്ക് നല്ല രീതിക്ക് കുറയ്ക്കാനുള്ളൊരു ഓപ്ഷനാണ് എന്താണ്, ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ തന്നെ ഇലക്ട്രിക് ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും ആയി തുടങ്ങി. നമ്മളെ കൺട്രിയിൽ അത്ര അഫോർഡബിൾ ആക്കി വന്നിട്ടില്ല എന്നുള്ളൂ. യെസ്, ഇലക്ട്രിക് വാഹനങ്ങൾ മനസ്സിലായോടാ? ഓക്കേടാ, ഇലക്ട്രിക് വാഹനങ്ങൾ മനസ്സിലായി. യെസ്. അടുത്തത് ഈ ഒരു സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വീട്ടിലുണ്ടോ? ആരാ വീട്ടിലുള്ളത്? ഒന്ന് പറഞ്ഞേ. എയ്ഡൻ, എന്തത് പേര്? ഗുഡ് ഈവനിങ്. സൺഡേ ക്ലാസ്സിലുള്ളതാണോ? ഓ, പള്ളിയിലെ സൺഡേ ക്ലാസ്സിലുള്ളത്. എനിക്ക് മനസ്സിലായി. വേണ്ടാ. യെസ്. എന്താ സാധനം എന്ന് ചോദിച്ചിട്ടില്ലേ? യെസ്. അപ്പൊ അത്രേ ഉള്ളൂ, അതന്നെയാണ്. ഇതിനെ പറയുന്ന പേരാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. സോ ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വി ക്യാൻ ജനറേറ്റ് ഫ്യൂവൽ ഫ്രം ബയോ വേസ്റ്റ്. നമ്മളെ അടുക്കളയിൽ വേസ്റ്റ് വരുന്ന ഫുഡ് ഉണ്ടല്ലോ, നമ്മളെ അടുക്കളയിൽ എന്തായിരിക്കും? യെസ്, പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, ചോറ് വെച്ചതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, പിന്നെ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടാവും? വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ റൈസ് അങ്ങനത്തെ ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, പിന്നെ ചില്ലറ കുറേ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ബയോ വേസ്റ്റ് ഭൂമിയിലിട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന എല്ലാ വേസ്റ്റുകളും നമുക്ക് എന്താണ്, ഈ ഒരു ഇതിലിടാം. കാരണം ഇതാണ് അതിൻ്റെ മെക്കാനിസം. ഇവിടെ കൊണ്ട് നമ്മൾ ഇടും, ഇതിങ്ങനെ അടിയിലേക്ക് പോവും. ഇതിങ്ങനെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നശിക്കുമ്പോൾ അവിടെ എന്താണ്, ഗ്യാസ് പുറമേക്ക് വരും. ഈ ഗ്യാസ് എന്താണ്, ഈ ടാങ്കിലൂടെ പോയിട്ടാണ് നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ്, വി ക്യാൻ ജനറേറ്റ് ഫ്യൂവൽ ഫ്രം ബയോ വേസ്റ്റ് വിച്ച് കോസസ് എൻവിറോൺമെന്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം അല്ലേ. നമ്മൾ ബയോ വേസ്റ്റ് നമുക്ക് എന്താണ്, നമ്മുടെ പറമ്പിലിടണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അപ്പുറത്തെ പറമ്പിലിട്ട് കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റ് പ്രോബ്ലം ആയിട്ട് മാറി, പാരിസ്ഥിതി പ്രശ്നങ്ങളായിട്ട് മാറി. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഏറ്റവും അടിപൊളിയാണ് എല്ലാവരും ബയോഗ്യാസ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളെ വേസ്റ്റ് എന്താണ്, അതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ
നമ്മൾക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഫ്യൂവല് നമുക്ക് തന്നെ ഉണ്ടാക്കാം. ബയോഗ്യാസ് ഇസ് എ ടൈപ്പ് ഓഫ് എ ഫ്യൂവൽ ഡിറൈവ്ഡ് ഫ്രം ബയോ വേസ്റ്റ് ആണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ബയോ വേസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കുന്ന ഒരു വിദ്യയാണ്. ഇന്ധനം ഉണ്ടാക്കുന്നതിനാണ് എന്ത്, ബയോഗ്യാസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായോട്ടോ ബയോഗ്യാസ് എന്താണെന്ന്? ബയോഗ്യാസ് വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്മളുടെ അടുക്കളയിൽ പാചകം ചെയ്യാനുള്ള എന്താണ്, ഫ്യൂവൽ അല്ലേ? നമ്മൾ ഗ്യാസൊക്കെ കത്തിക്കും, ഗ്യാസ് വരില്ലേ? അതേപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മളെ ഫ്യൂവൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇന്ധനം. നമുക്ക് അടുത്ത ഒരു വസ്തു ഉണ്ടാക്കാനുള്ളൊരു ഇന്ധനം നമുക്ക് ബയോഗ്യാസിൽ നിന്ന് കിട്ടും. സോ ബയോഗ്യാസ് നല്ലൊരു മെത്തേഡാണ്. നമ്മുടെ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് എന്താണ്, ബയോഗ്യാസ് എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വന്നേ, ഹാൻഡ് റൈസ് ചെയ്ത് വന്നേ. വിളിച്ചോ സാറേ. ഏഞ്ചൽ എന്താ ഡൗട്ട്? ഗ്യാസ് കുറ്റിക്ക് കയറ്റില്ല, നേരിട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഘടിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതുമെന്ന് നേരിട്ട് നമ്മുടെ സ്റ്റൗമ്മക്ക് ഘടിപ്പിക്കുകയാണ്. അപ്പം അതിൽ ഗ്യാസും കുറ്റിക്ക് നിറയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിറയ്ക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ സാധാരണ. പക്ഷെ ഇത് ഗ്യാസ് ആയിട്ടാണ് വരുന്നത്. നമ്മളെ ഗ്യാസും കുറ്റിയിലുള്ളത് ഗ്യാസ് അല്ല, ലിക്വിഡായിട്ടാണ് വരുന്നത്. നമ്മുടെ ഗ്യാസും കുറ്റിയിൽ വെള്ളമാണ്, പക്ഷെ ശരിക്കും വെള്ളം പോലത്തെ ഇതാണ്. ഇത് അങ്ങനെയല്ല, ഇത് ഗ്യാസ് ആയിട്ടാണ് വരുന്നത്, പച്ചവെള്ളമല്ല. നമ്മുടെ ഗ്യാസും കുറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലത്തെ വെള്ളമാണ്. ലിക്വിഡ് രൂപത്തിലുള്ളതാണ്, ദ്രാവക രൂപത്തിലാണ്. അത് പുറത്തേക്ക് വരുമ്പോഴേ ഗ്യാസ് ആയിട്ട് വരുന്നുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അടുത്ത വെച്ചേ ദേവാങ്ക. എന്താ ദേവാങ്ക ഡൗട്ട്? ദേവാങ്ക കൈ വീശുന്നത് ഞാൻ കണ്ടു. ഹലോ, അൺമ്യൂട്ട് ചെയ്യ് മോനെ. ഇത് എടാ, ഇതിലൂടെ നമ്മൾ വേസ്റ്റ് ഇടും. അപ്പൊ വേസ്റ്റ് ഇവിടെ വന്ന് കെടുക്കും. എന്നിട്ട് വേസ്റ്റ് ഇങ്ങനെ പൊന്തിയിട്ട് എന്ത് ചെയ്യും, ഇതിലൂടെ എന്ത് ചെയ്യും, ഗ്യാസ് പുറത്തേക്ക് പോകും. മനസ്സിലായോ? ഇനി ഇതിലെന്ത് ചെയ്യും, ബാക്കി വരുന്ന വസ്തുല്ലേ വേസ്റ്റ്, ഇതിന്റെ വേസ്റ്റ്, ആ വേസ്റ്റാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ആ വേസ്റ്റ് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാ. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് രണ്ട് ഇതിലാണ്. ഒരെണ്ണം ഗ്യാസിന് പോകാനും മറ്റേത് സ്ലറി അല്ല, ബയോവേസ്റ്റ് ആയിട്ട് മാറും. നമുക്ക് നമ്മുടെ ചെടികൾക്കോ നമ്മളെ കൊച്ചു പൂന്തോട്ടങ്ങൾക്ക് എന്തായിരിക്കും, നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാനും ബയോഗ്യാസ് നല്ലതാണ്. ബയോഗ്യാസിൽ നിന്ന് വരുന്ന വേസ്റ്റ് നമുക്ക് വളങ്ങളായിട്ട് ഉപയോഗിക്കാം. നല്ല അടിപൊളി വളമാണ്. ഇതിന്റെ ഉള്ളിലൂടെ എയർ ആടാ. ഇവിടെ എയർ എന്ന് ഞാൻ പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ മീഥെയിൻ ഗ്യാസ് ആണ് ബയോഗ്യാസിൽ ഉൽപ്പാദിക്കുന്നത്. ഞാൻ ഈ മീഥെയിൻ പറയാതിരിക്കാൻ നോക്കിയതാണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. മീഥെയിൻ എന്ന് പറഞ്ഞ ഗ്യാസ് ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് ഇത് എന്ത് ചെയ്യും, പൈപ്പിലൂടെ നമ്മുടെ അടുക്കളയിലേക്ക് വരും. ഓക്കെ, ബാക്കി വരുന്ന വേസ്റ്റ് ആണ് നമുക്ക് ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കേട്ടോ? ഞാൻ ആ മീഥെയിൻ ബാക്കി വരുന്ന എടാ, ഇത് ഇങ്ങനെ എന്താ പറയാ, ഈ ഒരു കാര്യം നമ്മള് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നശിക്കുന്നേക്കാൾ അതൊരു നമ്മൾ ഈ വായയിലിട്ടിട്ടേ ഭക്ഷണം തിന്നുന്ന സമയത്ത് ഈ സലൈവയും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഫോം ആയിട്ടുണ്ട്. വല്ലപ്പോഴും തിന്നുന്ന വായ തുറന്ന് നോക്കിയിട്ടുണ്ടാ? ആ ഒരു രൂപത്തിലാവും, ഒരു അഴുക്ക് പിടിച്ച് അഴുകി ഒരു രൂപത്തിലാവും. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് എങ്ങനെ എനിക്ക് ചെറിയ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണ്ടെന്ന് അറിയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ വിറ്റങ്ങളെ
ഇവരെല്ലാതും നമ്മൾക്ക് അറിയാലോ ചെറിയ ചെറിയ കണികകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന. അപ്പോൾ ഓരോ കണികകളും ഇങ്ങനെ പൊട്ടി 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 പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഗ്യാസ് മേലോട്ട് പോകും. ഈ ഗ്യാസാണ് മീഥേൻ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ഗ്യാസാണ് മീഥേൻ ഗ്യാസ്. അപ്പം ഇത് ഇങ്ങനെ പൊട്ടിയിട്ടുള്ളൂ, പക്ഷെ എന്തായിരിക്കില്ല, പൂർണ്ണമായിട്ട് മണ്ണിൽ അലിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു സാധനം എന്താണ്, ഇതിന് ഫുള്ള് ഗ്യാസ് ഇങ്ങനെ പോയാൽ പിന്നെ ഇത് വേസ്റ്റ് അല്ല ഇതിൻ്റെ ഉള്ളിൽ ഈ അഴുകി. ഏത് ഇവിടെ പൊക്കത്തിലാ? ഇവിടൊക്കെ എയർ അല്ല, ആ ഗ്യാസ് ആയിരിക്കും. ഗ്യാസ് എന്ന് പറഞ്ഞാൽ മതി. ആ ദ്രാവകമായിരിക്കും, മീഥേൻ ദ്രാവകമായിരിക്കും ഇവിടെ ഫുള്ളും ഉണ്ടാവാം. അപ്പൊ എത്രത്തോളം മീഥേൻ ദ്രാവകം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾക്ക് എന്താ കത്തിക്കാൻ പറ്റും. ഇനി വിളിക്കാം. ഓക്കെ, അടുത്ത വിളിച്ച്. മിഗേൽ എന്താ ഡൗട്ട്? ഇങ്ങനെ ഒന്ന് വിളിച്ചേ. ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, അടുത്ത ആളുടെ ഡൗട്ട് ഒന്ന് കേട്ടാ. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അടുത്ത ശിവ് എവിടെ? ഡൗട്ടുള്ളവർ ടാറ്റ കാണിച്ച് ഡൗട്ടുള്ളവര്. ശിവദാ, ഗുഡ് ഈവനിങ്. എന്താണ്? ഇതിലൂടെ വേസ്റ്റ് ഇടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അതിലൂടെ ഇത് നിങ്ങക്ക് ഇൻവേർഷൻ ആയിട്ടാണോ കാണുന്നത്? ഞാൻ പറഞ്ഞു തന്നെ അങ്ങനെ തിരിയുന്നുണ്ടാ? ഓക്കെ, മനസ്സിലായോ? ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് കാരണം ചെറിയ പിക്ചർ ആയതുകൊണ്ടാണ്. വലിയ പിക്ചറാണെങ്കിൽ ഒരു സൈഡിലൂടെ വേസ്റ്റ് ഇടും. നമ്മുടെ സബോള അരിഞ്ഞ തൊലി, സബോളയുടെ പകുതി, തക്കാളിയുടെ പകുതി, എല്ലാ പച്ചക്കറികളും, ചോറും കറിയും അങ്ങനത്തെ അതല്ലാതെ എന്താ ഒരു സൈഡിലൂടെ അതിടും. ഓക്കെ, ഇട്ട് കഴിഞ്ഞിട്ട് അത് നിലത്തേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഓക്സിജൻ ഒന്നും നമ്മൾ എന്തായിരിക്കും അവിടെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. അതിങ്ങനെ പൊട്ടി പൊട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും. അപ്പൊ ചെറിയ ചെറിയ കഷ്ണങ്ങളാവുമ്പോ മിഗേലെ നിന്റെ ഡൗട്ടാണ് കേട്ടോ അപ്പൊ പറഞ്ഞു തരുന്നത് കേട്ടാ, ശ്രദ്ധിച്ചിരിക്കട്ടാ. ഇത് തന്നെയാണ് ബയോഗ്യാസ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും. അപ്പൊ ചെറിയ ചെറിയ കഷ്ണങ്ങളാവുമ്പോ ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ പോവും. ഇവിടെ കണ്ടോ, ഇവിടെ വെള്ള. ഇവിടെയാണ് ഗ്യാസ് വന്ന് നിക്ക. ഓക്കെ, ഗ്യാസ് വന്ന് നിക്കും. കിട്ടില്ലേ? ഈ ഗ്യാസ് നമ്മൾ ചെയ്യണ്ട, ഇവിടെ ഇങ്ങനെ മുകളിലൂടെ പോവും. കണ്ട, ഇവിടെ പച്ചേര മുകളിൽ കണ്ടോ, ഇങ്ങനെ കണ്ടോ, കണ്ട മുകളിലൂടെ ഗ്യാസ് പോവും. ഓക്കെ, അപ്പൊ ഗ്യാസ് അതേ കൂടെ പോവും. വിളിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലേ, ഉറപ്പായിട്ടും വിളിക്കാട്ടോ. അതെന്തായാലും വിളിക്കും. സെറ്റ്. യെസ്, ദിയ എന്താണ് ദിയ പ്രശ്നം? മീഥെയ്ൻ. അയ്യോ, അതൊന്നും പഠിക്കണില്ല. ഞാനത് ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. ഞാനത് എങ്ങനെ അത് പറയാതിരിക്കാൻ നോക്കിയപ്പോ അവൻ എന്നെ കൊണ്ട് പറയിച്ചതാണ്. ഗ്യാസ് ഉണ്ടാവും, വേസ്റ്റ് ഇടും. വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോ വേസ്റ്റ് എന്താണ്, മണ്ണിലോട്ട് ഇങ്ങനെ അലിയുമ്പോ ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസാണ് നമ്മൾ കത്തിക്കുന്നത്. മനസ്സിലായല്ലോ? കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇപ്പൊ നമ്മള് LPG ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നത്. നമുക്ക് ബയോഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. അതിനാണ് ബയോഗ്യാസ് ഉപയോഗിക്കുന്നത്. പാചകത്തിനാണ് ഇത് ബയോഗ്യാസ് ഉപയോഗിക്കുന്നത്. നമ്മളെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് എന്താണ് നമ്മൾ ഇതിലിട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് എന്താ
ബയോഗ്യാസ് എന്ന് പറഞ്ഞ മോളെ ഇതിൽ നിന്ന് വരുന്ന ഗ്യാസേ നമ്മളെ ഗ്യാസ് സ്റ്റവിലേക്ക് കണക്ഷൻ ചെയ്തേക്കാ. അതെ, നീ പൈപ്പ് കണ്ടില്ലേ, ചെറിയ പൈപ്പ് കണ്ടില്ലേ, ഇത് നേരെ അവരെ അടുക്കളയ്ക്കാ പോയിരിക്കും ആ വീട്ടുകാരെ. ആ അങ്ങനെയാ കണക്ഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് ഗ്യാസിലോട്ടല്ല ഈശ്വര. ഗ്യാസ് എന്ന് പറഞ്ഞവർക്ക് ആകെ ഗ്യാസും കുറ്റി മാത്രമേ അറിയുള്ളൂ, അതാണ് പ്രശ്നം. ഗ്യാസിലോട്ടല്ല, നമ്മളെ ഗ്യാസ് സ്റ്റവിലോട്ടായിരിക്കും അത് ഇതായിരിക്കുക. അപ്പൊ നമുക്ക് അതിന് കൺട്രോളറൊക്കെ ഉണ്ട്, എത്ര ഗ്യാസ് വേണം എന്തോരം കൺട്രോളൊക്കെ വെച്ച് അത് ഓണാക്കി നമുക്ക് ആവശ്യാനുസരത്തിന് ഗ്യാസ് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് എടുക്കാം, അതിൻ്റെ ഉള്ളിൽ നിന്ന്, ബയോഗ്യാസിൻ്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ, യെസ്. അപ്പൊ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ബയോഗ്യാസ് പഠിച്ചു വെക്കാട്ടോ, ബയോഗ്യാസ് ഡെഫിനേഷൻ നമ്മൾ ഇതിലുള്ളത് പഠിച്ചു വെച്ചാൽ മതി. യെസ്, അടുത്തത്. യെസ്, ദേ ബെനഫിറ്റ്സ്. നമ്മുടെ സ്കൂളുകളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ ഗുണങ്ങൾ. ബെനഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അപ്പ് ബയോഗ്യാസ് ഇൻ അവർ സ്കൂൾ ആൻഡ് ഹോം. സ്കൂളിൽ എന്തായാലും ബയോഗ്യാസ് ഉണ്ടാവും അല്ലേ? ഇതിലെല്ലാ സ്കൂളുകാർക്കും ഉച്ചയ്ക്ക് ഫുഡ് കിട്ടൂലേ? സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കിട്ടൂലേ? യെസ്, എല്ലാ ആൾക്കാർക്കും ഫുഡ് കിട്ടില്ലേ? മിഡ് ഡേ മീൽ ഇല്ലേ? മിഡ് ഡേ മീൽ ഉച്ചഭക്ഷണം ഇല്ലേ? യെസ്, എല്ലാവരും ചോറ് മുഴുവൻ തിന്നിട്ടല്ലേ വരാറ്? സത്യാവസ്ഥ പറയണട്ടാ. സത്യാവസ്ഥ പറയണം. നല്ലോണം തിന്നാറില്ലേ? ഫുള്ളും തിന്നാറില്ലേ? ടീച്ചർമാര് വിളമ്പി തരുന്ന ഫുള്ളും തിന്നാറുണ്ടാ? ഇല്ലല്ലോ. സത്യം പറഞ്ഞോ? വീട്ടുകാരും ഇല്ല, എനിക്ക് കാണാം അവിടെ വീട്ടുകാരും നിക്കണില്ല. ഇല്ല. അപ്പൊ സ്കൂളുകാര് ഈ വേസ്റ്റ് ഒക്കെ എവിടെ കൊണ്ട് തട്ടും? ആലോചിച്ചിട്ടുണ്ടാ? സ്കൂളുകാർ വേസ്റ്റ് തട്ടുന്ന സ്ഥലമാണ് ബയോഗ്യാസ് പ്ലാന്റിന്റെ അകം. നാളെ പോയിട്ട് സ്കൂളിൽ, എല്ലാ സ്കൂളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ബയോഗ്യാസ് ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ മറ്റേ ചോറ് വെക്കുന്ന ചേച്ചി എല്ലാതും കഴിഞ്ഞിട്ട് എല്ലാ വേസ്റ്റും കൊണ്ട് എടുത്തിട്ട് ഇന്ന് തട്ടില്ല, ഇന്ന് അവിടെ വെക്കും, നാളെ രാവിലെ വന്നിട്ട് ബയോഗ്യാസിന്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പം ഇന്നത്തെ വേസ്റ്റ് നാളെ രാവിലെയാണ് ചേച്ചി ഇടാം. അപ്പം എല്ലാ ദിവസവും ഞാൻ പോയി നിന്ന് നോക്കും അങ്ങനെ ഇടുന്നതും. അതേപോലെ ഞങ്ങൾക്ക് പൂന്തോട്ടം ഉണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ പച്ചക്കറി തോട്ടം ഉണ്ട്. അപ്പം അതിൻ്റെ വേസ്റ്റ് ആണ് ഞങ്ങളെ വളം, പച്ചക്കറിക്കുള്ള വളം. അപ്പം രാവിലെ അത് നനയ്ക്കും, അത് വളമിട്ടിട്ട് പിള്ളേരൊക്കെ പോകും. അപ്പം പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകണ്ടേ, മാഷ് പോകണ്ടേ. അപ്പം ഞാനൊക്കെ പോയിട്ട് അവിടെ ഇട്ട് അതിടുന്നൊക്കെ പറഞ്ഞ് അവർ നോക്കിക്കും, വിളവെടുക്കും പോയിട്ട്. നല്ല രസമാണ്. അപ്പം ബയോഗ്യാസ് എന്തിനാ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇത് പോയിന്റ് പഠിച്ചു വെച്ചോട്ടോ, പോയിന്റുകൾ പഠിച്ചു വെച്ചോ. ഒന്നാമത്തത് റെഡ്യൂസ് വേസ്റ്റ്. എന്താണ് റെഡ്യൂസ്? വേസ്റ്റ് ആണ്, മാലിന്യങ്ങൾ കുറയ്ക്കുന്നു. ടേൺസ് ഫുഡ് സ്ക്രാപ്സ് ആൻഡ് ഓർഗാനിക് വേസ്റ്റ് ഇൻ ടു യൂസ്ഫുൾ എനർജി. മാലിന്യങ്ങൾ എങ്ങനെ കുറയ്ക്കുന്നു? ഭക്ഷണ അവശിഷ്ടങ്ങളും ജൈവ മാലിന്യങ്ങളും ഉപയോഗപ്രദമായ ഊർജമായി മാറ്റുന്നു. റെഡ്യൂസ് വേസ്റ്റ് പോയിന്റ് പഠിച്ചു വെക്കണം. അടുത്ത പോയിന്റ് പ്രൊവൈഡ്സ് എനർജി ആണ്, ഊർജം നൽകുന്നു. ക്രിയേറ്റ്സ് ഗ്യാസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് ഹീറ്റിംഗ്. കണ്ടോ? പാചകത്തിനും ചൂടാക്കുന്നതിനും ഉപയോഗിക്കാവുന്ന വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. കിട്ടിയോ? അടുത്തത് എന്താ? എക്കോ ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതി സൗഹൃദമാണ്. ഹെൽപ്സ് റെഡ്യൂസ് പൊല്യൂഷൻ ബൈ യൂസിങ് വേസ്റ്റ് ടു മേക്ക് ക്ലീൻ എനർജി. എന്താ പറഞ്ഞിരിക്കുന്നത്? മാലിന്യങ്ങൾ ഉപയോഗിച്ച് ശുദ്ധമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു. 3 പോയിന്റ് മനസ്സിലായോ? ഒന്ന് ടാറ്റ തന്നേ. യെസ്, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. യെസ്, അടുത്തത് ബയോഗ്യാസ് പ്ലാന്റ്സ് ആർ ഓപ്പറേറ്റഡ് ഇൻ ഫോളോയിങ് വേസ് അല്ലേ? നമ്മുടെ സ്കൂളിലും വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ ഗുണങ്ങൾ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്താണെന്ന്. ഒന്ന്, വേസ്റ്റ് കളക്ഷൻ ആണ് അല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തായാലും ചോറ് കൊടുത്താൽ നിങ്ങൾ തിന്നൂല, സ്വാഭാവികം. നിങ്ങളെ വേസ്റ്റ് നിങ്ങൾ തിന്നാതെ ആ ഫുഡ് വേസ്റ്റുകളൊക്കെ എവിടെ എന്ത് കൊടുക്കണം? മാലിന്യം ശേഖരിച്ച് കേട്ടല്ലേ, വേസ്റ്റ് കളക്ഷൻ ആണ്. ഫുഡ് സ്ക്രാപ്സും പ്ലാന്റ് മാറ്റർ ആൻഡ് അതർ ഓർഗാനിക് വേസ്റ്റ് ആർ കളക്റ്റഡ് ആണ്. മാലിന്യ ശേഖരണം, ഭക്ഷണാവശിഷ്ടങ്ങൾ, സസ്യഭാഗങ്ങൾ, മറ്റു ജൈവ മാലിന്യമൊക്കെ ശേഖരിച്ചിട്ടാണ് നമ്മൾ ബയോഗ്യാസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ഓക്കെ, ഇതാണ് വേസ്റ്റ് കളക്ഷൻ.
രണ്ടാമത്തെ ആണ് ഡൈജഷൻ ടാങ്ക് എന്ന് പറഞ്ഞത്. നമ്മൾ വലിയ ഇത് കണ്ടില്ലേ, അപ്പുറത്ത് ഇപ്പുറത്തുള്ള നടുക്കിലൊരു ഭാഗം കണ്ടില്ലേ, അതിനെയാണ് ഡൈജഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഡൈജഷൻ ടാങ്ക് എന്ന് പറഞ്ഞത് അതിനാണ്. അപ്പൊ എന്താണ്, ദിസ് ടാങ്ക് ബ്രേക്സ് ഡൗൺ ദ വേസ്റ്റ് പ്രൊഡ്യൂസിങ് ബയോഗ്യാസ്. ഡൈജഷൻ ടാങ്ക്, ഈ ടാങ്ക് മാലിന്യങ്ങൾ വിഘടിപ്പിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് എന്ത്, ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വേസ്റ്റ് കളക്ഷൻ ഉണ്ട്. വേസ്റ്റിനെ കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തത് ഡൈജഷൻ ടാങ്ക് ആണ്. ആദ്യം വേസ്റ്റിനെ കളക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണത്തിൽ നമ്മൾ വേസ്റ്റ് കൊണ്ടിടും, ഇങ്ങനെ തട്ടും. രണ്ടാമത്തത് എന്തായിരിക്കും, അതിനെ ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനെ ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് നല്ല രീതിക്ക് പഠിച്ചു വയ്ക്കുക. ഓക്കെ, രണ്ടാമത്തത് ഡൈജഷൻ ടാങ്ക് ആണ്. ആദ്യത്തെ വേസ്റ്റ് കളക്ഷൻ ആണ്, രണ്ടാമത്തെ ഡൈജഷൻ ടാങ്ക് ആണ്. മൂന്നാമത്തത് ഗ്യാസ് സ്റ്റോറേജ് ആണ്. ദ ഗ്യാസ് ഈസ് സ്റ്റോർഡ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. വാതക സംഭരണമാണ്. ഉൽപ്പാദിപ്പിച്ച വാതകം സംഭരിച്ച് പാചകത്തിനും വെളിച്ചത്തിനും ഉപയോഗിക്കുന്നു, അല്ലെ, ഹീറ്റിന്. അപ്പൊ എന്താണ്, നമുക്ക് ഗ്യാസ് കൊണ്ട് പല കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഈ 3 പോയിന്റ് നിങ്ങളെ നന്നായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കണം. ഈ 3 പോയിന്റ്, ബയോഗ്യാസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, എന്ത് വെച്ച് ബയോഗ്യാസ് ഓപ്പറേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മൾക്ക് എന്താണ് ഈ കാര്യങ്ങൾ. എന്താണ് ബെനഫിറ്റ്സ്, ഗുണങ്ങൾ എന്താണ്. അപ്പൊ ആ ഗുണങ്ങൾ എന്താണ്, എത്ര പോയിന്റ് ഉണ്ട്, 3 പോയിന്റ് ഉണ്ട്. 3 പോയിന്റ് നന്നായിട്ട് ഇന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ടിരുന്ന് പഠിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോഗ്യാസ് എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് അതർ എനർജി പ്രൊഡക്ഷൻ ആണ്. അതർ എനർജി പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഈ ബയോഗ്യാസോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി, വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും, ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ 1 2 3 4 സെക്കൻഡ് റോ ഫോർത്ത് വൺ ബിൻഷ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തിനാ വിളിച്ചത് മനസ്സിലായ? ബിൻഷേ, എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായ? ഇല്ലേ? ഞാൻ പബ്ലിക്കായിട്ട് പറയണ? വേണ്ടല്ല. ഒന്ന് പോയിട്ട് വാ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾക്ക് വേണ്ട എനർജി നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുമോ? എൻ്റെ ദക്ഷ ഗുഡ് ഈവനിങ് ദക്ഷ. പറ, നമുക്ക് ആവശ്യമുള്ള ഊർജം നമുക്ക് എന്താണ് ഇതിൽ നിന്നൊക്കെ കിട്ടോ? ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന വഴിയും നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി വഴിയും വിൻഡ് ഇലക്ട്രിസിറ്റി വഴിയോ അല്ലെങ്കിൽ സോളാർ എനർജി വഴി നമുക്ക് കിട്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യമാണ് തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ എന്ന് പറഞ്ഞാൽ താപോർജം ഉണ്ടാക്കുന്ന. രണ്ടാമത്തെ അറിയാം ഇലക്ട്രിസിറ്റി. എന്താ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ടൈഡൽ എനർജി, തിരമാലയിൽ നിന്നുള്ള ഊർജം. ഒന്ന് ഡീസലും കൽക്കരി ഉപയോഗിച്ച താപനിലയം. രണ്ടാമത് തിരമാലയിൽ നിന്നുള്ള ഊർജമാണ് എന്ത് നമുക്ക് രണ്ടാമത് വേണ്ട, തിരമാല അടിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഊർജം. മൂന്നാമത്തതാണ് എന്ത്, ജിയോ തെർമൽ എനർജി, താപോർജമാണ്. ജിയോ തെർമൽ എനർജി താപോർജമാണ്. നാലാമത്തത് ന്യൂക്ലിയർ എനർജി. എന്താണ് ന്യൂക്ലിയർ എനർജി എന്ന് വെച്ചാൽ അണുശക്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 4 എനർജി വേറെയുണ്ട്. അതർ എനർജി, ഊർജം.
ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഊർജം, അതർ എനർജി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഊർജം. എന്താണ്? വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഊർജങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഊർജങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഇതാണ് എന്ത്? ഊർജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഒന്ന് എന്താണ്? താപനിലയങ്ങൾ. ഏത്? ഡീസൽ കൽക്കരി താപനിലയം. രണ്ടാമത്തെ തിരമാലയിൽ നിന്നുള്ള ഊർജം. മൂന്നാമത്തെ താപോർജം, ജിയോ തെർമൽ എനർജി ഉണ്ട്. പിന്നെ എന്താ? അണുശക്തി ഉണ്ട്. ന്യൂക്ലിയർ എനർജി, ജിയോ തെർമൽ എനർജി, ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ടൈഡൽ എനർജി. ടൈഡൽ എനർജി പ്രത്യേകം ശ്രദ്ധിച്ചോ, വേവ്സ് അല്ല കേട്ടോ. തിരമാലയിൽ നിന്ന് ഊർജം ഉണ്ടാക്കുന്നെങ്കിൽ അതിനെ ടൈഡൽ എനർജി ആണെന്നാ പറയാ. ലാസ്റ്റ് എന്താണ്? തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്, താപനിലയം എന്ന് പറയും. യെസ്, ഇത് മനസ്സിലായോടാ? ഇത് മനസ്സിലായോടാ? യെസ്. ഇനി ഊർജം നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് കാര്യമില്ല. യെസ്, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഒരു ഉപകരണം ഉണ്ടാവും കേട്ടോ. ഒരു ഉപകരണം ഉണ്ടാവും. ഞാൻ യെസ് സാറേ ഒന്ന് എല്ലാവരും ലോവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാസ്ക്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. യെസ്, സോ ആരും ഹാൻഡ് റൈസ്? അതെ, ഇനി ഞാൻ കളിക്കാനില്ല. യെസ്, എന്താണ് പറയുന്നത്? ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിലൊരു വസ്തു ഉണ്ട്. രാവിലെ അതിലേക്ക് ചായ ഒഴിച്ചു വെച്ചാലും വൈകുന്നേരം ആയാലും ചൂട് ചായ കിട്ടും. എന്താ വസ്തു? ജ്വലാണ് ആദ്യം ടാറ്റ എന്നത് എനിക്ക്. ജ്വൽ എന്താ വസ്തു? അത് ഞാൻ ഹോട്ട് ബോക്സ് അല്ല. ഹോട്ട് ബോക്സിലാണല്ലേ ജ്വല് ചായ വെക്ക. ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാം. ഇവിടെ എസാ, ബാക്കി നമുക്ക് പിന്നെ തീർക്കാം. ബാക്കി ഇത് കഴിഞ്ഞ് തീർക്കാം കേട്ടാ. പൊക്കോ, പോയിട്ട് എന്താന്ന് വെച്ചാൽ തീർപ്പാക്കിട്ട് വന്നാ മതി. പറ, ഏതാ ഉത്തരം? ഗുഡ് ഈവനിങ്. ഫ്ലാസ്ക്. എവിടെ എന്റെ ജ്വല? എവിടെ ജ്വല് പോയി? ജ്വലേ ഉത്തരം ഫ്ലാസ്ക് ആയിരുന്നു. ഫ്ലാസ്ക് ആയിരുന്നു ജ്വലേ. യെസ്. അപ്പൊ എന്താ? ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ഒരു വസ്തു. ഫ്ലാസ്കിന് എന്താ ഒരു പ്രത്യേകത? അതിന് ചൂട് നിലനിർത്താനുള്ള കഴിവുണ്ട്. ഒരു ചൂടുള്ള വസ്തു ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ചൂട് നിലനിർത്താനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോട്ട് ബോക്സ്. ചൂടാറ പെട്ടി എന്ന് വിളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതാണ് ഡെഫിനിഷൻ വരുന്നത്. വി ക്യാൻ റെഡ്യൂസ് ദ കൺസപ്ഷൻ ഓഫ് ഫ്യൂവൽസ് ബൈ മിനിമൈസിങ് എനർജി ലോസസ്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്താണ്? ഊർജ്ജനഷ്ടം തടയലാണ്. ഇനി എങ്ങനെ ഊർജ്ജനഷ്ടം തടയാം? അതിനാണ് ഇത് വരുന്നത്. യെസ്, എങ്ങനെ ഊർജ്ജനഷ്ടം തടയാം? ഹോട്ട് ബോക്സ് ഇസ് എ വെരി സിമ്പിൾ ഡിവൈസ് ടു കീപ് ദ ഫുഡ് ഫ്രം ലൂസിങ് ഇറ്റ്സ് ഹീറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത്? ഹോട്ട് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്? ഉപകരണമാണ്. അതിൻ്റെ പ്രത്യേകത അത് ചൂട് പെട്ടെന്ന് നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹോട്ട് ബോക്സ് ഇസ് എ വെരി സിമ്പിൾ ഡിവൈസ് ടു കീപ് ദ ഫുഡ് ഫ്രം ലൂസിങ് ഇറ്റ് ഹീറ്റ്. ഇഫ് വി കീപ് ഹാഫ് കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് ഇൻ ദ ബോക്സ് ദേ ഗെറ്റ് കുക്ക്ഡ് ആണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാപ്പെട്ടി. സോ പാതി വെന്ത ഭക്ഷണം മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് വെന്ത് കിട്ടാനും സഹായിക്കും. യെസ്, അപ്പോൾ പാതി വെന്ത ഭക്ഷണം നമുക്ക് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ആരെങ്കിലും അങ്ങനെ പാതി വേവിച്ചിട്ട് ഹോട്ട് ബോക്സിൽ വെച്ച് മുഴുവനായിട്ടും വേവിക്കാറുണ്ടോ? ആർക്കെങ്കിലും അറിയോ അതിൻ്റെ എക്സാമ്പിള്? അയന പറ. അൺമ്യൂട്ട്. ടാറ്റ പറഞ്ഞു. ഞാൻ അതിനേരെ കണ്ണാടിക്കാ കൊടുത്തത്. അൺമ്യൂട്ട് ആവുന്നില്ല. ഷോ, ഒന്നും കൂടെ ഒന്ന് നോക്കിയൊന്ന്. സൂം അല്ലേ? സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടോ.
സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടോ. യെസ്, നിയ 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 ജയേഷ്. നിയ അൺമ്യൂട്ട് ആവുന്നില്ല. വിളിക്കുന്നവരൊക്കെ അൺമ്യൂട്ട് ആവുന്നില്ല എന്നല്ലോ. ഇല്ല, അല്ല, നീ വന്നു. ഗുഡ് ഈവനിങ്. യെസ്, വീട്ടിലെവിടെയെങ്കിലും പാതി വെന്ത ഭക്ഷണം ഒരു വസ്തുവിനുള്ളിൽ കീപ്പ് ചെയ്തിട്ട് ഫുള്ള് വേവിച്ചെടുക്കാറുണ്ടോ? ഓർമ്മയില്ല. ആരെങ്കിലും അറിയോ? ആരെങ്കിലും വീട്ടിലുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും വിളിച്ചേ. അൽക്കല്ലേ? അൽക്ക പറഞ്ഞേ. ഐക്ക. ഓ, അൽക്കല്ല, അല്ലില്ല അല്ലെ. ഐക്ക പറ. ഗുഡ് ഈവനിങ്. യെസ്, പറ. റൈസ് കുക്കറാണ്. വീട്ടിൽ റൈസ് കുക്കർ ഉണ്ടാ? ഉണ്ട്. യെസ്, റൈസ് കുക്കറിൽ എങ്ങനെയോ ചോറ് വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ചോറ് തിളപ്പിക്കില്ല, കുറച്ച് പാതി വേവിക്കുള്ളൂ, തിളപ്പിക്കില്ല പൂർണ്ണമായിട്ട്, കുറച്ച്. എന്നാലും ഞാൻ സമ്മതിച്ചു, കുറച്ച്. അപ്പൊ എന്താണ്? റൈസ് കുക്കറാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റൈസ് കുക്കറിന്റെ എക്സാമ്പിൾ നമുക്കിപ്പോ ഒന്ന് കാണാം. ഓക്കെ, സോ എന്താണ്? റൈസ് കുക്കറാണ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. യെസ്, അപ്പൊ എന്താണ്? റൈസ് കുക്കറാണ്. അതെങ്ങനെയാണെന്നാ പറഞ്ഞത്? ഇറ്റ് സേവ്സ് എനർജി ബൈ പ്രിസർവിങ് ദ ഹീറ്റ് ഇൻസൈഡ്. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തുന്നതിനാണ് എന്താണ് ഇവിടെ ഊർജ്ജം ലഭിക്കുന്നത്. അപ്പൊ റൈസ് പകുതി വെന്ത റൈസിന് ചൂടുണ്ട്. ഈ ചൂട് ഒരിക്കലും എന്താണ് ആ ഒരു റൈസ് കുക്കറിന്റെ അകത്തുനിന്ന് പുറത്തു പോണില്ല. ആ ചൂട് ഉപയോഗിച്ചിട്ടാണ് എന്താ പാതി വെന്ത അരിയുന്നത് പൂർണ്ണമായിട്ടും വേവിക്കുന്നത്. ഓക്കെ, ഇനിയാണ് നമുക്ക് നമ്മളുടെ ഇത് പറയേണ്ടത്. അതർ ഡിവൈസസ് യൂസ്ഡ് ഇൻ, നിങ്ങൾക്ക് അറിയാം, യൂസ് ടു പ്രിവെന്റ് എനർജി ലോസസ്. അതർ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ ഹൗസസ്. വീടുകളിൽ ഊർജം നഷ്ടപ്പെടുത്തുന്നത് തടയാൻ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങൾ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേം പറ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹബീബ പറ. ഗുഡ് ഈവനിങ്. എന്താണ്? കണ്ടില്ലേ? The other devices used in houses to prevent energy losses are. ഹബീബ മുങ്ങി സാർ. ഇല്ല, പൊങ്ങി. പൊങ്ങി. പറഞ്ഞ ഹബീബേ. ഇല്ല, പോയി. അടുത്ത ആളെ വിളിച്ച സാറേ. മിഗേലേ. മിഗേൽ, ഹലോ, പറഞ്ഞേ. നാവിന്റെ തുമ്പത്തില്ലേ? നാവൊന്ന് കിട്ടി. ഞാൻ കണ്ടില്ലല്ലോ. ആസ്ഥാനത്തെ പോര കത്തുമ്പോ സാറേ വാഴ വെട്ടല്ലേ. നമുക്ക് നോക്കാം. യെസ്, ഒന്നാമത്തെ കാര്യമാണ് പ്രഷർ കുക്കർ. പ്രഷർ കുക്കർ എന്താണ്? കുക്സ് ഫുഡ് ഫാസ്റ്റ് ആണ്. സ്റ്റീമിനെയും ഹീറ്റിനൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ട്രാപ്പ് ചെയ്യും. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെർമോസ് ഫ്ലാസ്ക് എന്ന് പറയും. ആരും ഒരാളും പറഞ്ഞില്ല ഫ്ലാസ്ക് അല്ലേ. ഹോട്ടായിട്ടിരിക്കണമെങ്കിൽ ഹോട്ടായിട്ടിരിക്കാം. ഡ്രിങ്ക്സിനെ ചൂടോട് കൂടി ഇരുത്തണമെങ്കിൽ ചൂടോട് കൂടി ഇരുത്താം. തണുപ്പോട് കൂടി ഇരുത്തണമെങ്കിൽ തണുപ്പോട് കൂടി ഇരുത്താം. യെസ്. മൂന്നാമത്താണ് എന്ത്? മൂന്നാമത്താണ് സോളാർ വാട്ടർ ഹീറ്റർ. ഹീറ്റ്സ് വാട്ടർ യൂസിങ് സൺലൈറ്റ്, റെഡ്യൂസിങ് ദ നീഡ് ഫോർ ഇലക്ട്രിസിറ്റി ആണ്. യെസ്.
നാലാമത്തതാണ് എന്ത്, നമ്മുടെ LED ബൾബ് എന്ന് പറയുന്നത്. നാലാമത്തെയാണ് LED ബൾബ് എന്ന് പറയുന്നത്. യൂസ് ലെസ് ഇലക്ട്രിസിറ്റി ആൻഡ് ലാസ്റ്റ് ലോങ്ങർ ദാൻ ട്രഡീഷണൽ ബൾബ്. അല്ലേ, പണ്ടത്തെ ഫിലമെന്റ് ബൾബിനേക്കാളും അത്രയും എന്താണ് മോർ എഫിഷ്യൻ്റ് ആണ് LED ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ഈ 4 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ 4 കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് പ്രഷർ കുക്കർ ഉണ്ട്, രണ്ടാമത് നമ്മുടെ ഫ്ലാസ്ക് ഉണ്ട്, ഇൻസുലേറ്റിംഗ് ഫ്ലാസ്ക് ഉണ്ട്, മൂന്നാമത് സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്, നാലാമത് LED ബൾബ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോളൂ, നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, നല്ലോണം നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ 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 ഇതാ അതിൻ്റെ മലയാളം പിടിച്ചോ. ഇതാണ് അതിൻ്റെ മലയാളം അല്ലേ. പ്രഷർ കുക്കർ ഉണ്ട്, തെർമോസ് ഫ്ലാസ്ക് ഉണ്ട്, സൗര ജലധപനി ഉണ്ട്, അതേപോലെ തന്നെ LED ബൾബുകളുണ്ട്. ഈ 4 എണ്ണം എന്താണ്, ജലദാപിനി ഉണ്ട്. ഓക്കെ, സൗര ജലദാപിനി. ആ 4 പോയിന്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കാം. യെസ് യെസ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മനസ്സിലായില്ലേ? നമ്മളെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാനുണ്ട്. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാണ്. ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ എന്താണ്, ഫ്യൂവൽസ് ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയുടെ ഇന്ധനങ്ങൾ. സോ ഭാവിയുടെ ഇന്ധനങ്ങളായിട്ട് നമുക്ക് ഒരിക്കലും ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഫോസിൽ ഇന്ധനങ്ങൾ എപ്പോഴോ തീർന്നു പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഭൂമിയിൽ കുറച്ചേ ഉള്ളൂ. ആൻഡ് എന്താണ്, ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വളരെ 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 അധികം വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ഭാവിയുടെ ആയിട്ട് പറയാൻ പറ്റും. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല ഒക്കെ ഭാവിയുടെ ഇന്ധനങ്ങളായിട്ട് നമുക്ക് പറയാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇവ എപ്പോഴും എന്തായിരിക്കും, ഇവ എപ്പോഴും എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പൊ സോളാർ വെച്ച് കേരളത്തിൽ നമ്മൾ സോളാർ വെച്ചാൽ മഴക്കാലത്ത് സോളാറിൽ നിന്ന് ഇപ്പൊ കിട്ടുന്ന അത്രയും കറണ്ട് മഴക്കാലത്ത് കിട്ടുമോ മക്കളെ? കിട്ടില്ലേ? കിട്ടില്ല. അതാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് നല്ലോണം കറണ്ട് കിട്ടും, മഴക്കാലത്ത് അത്രയും കറണ്ട് കിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എപ്പോഴും എന്തായിരിക്കും, സോഴ്സ് എന്തായിരിക്കും, കൺസിസ്റ്റൻസ് അല്ല, സ്ഥിരതയല്ല. അതുകൊണ്ട് ഇവയെ അങ്ങനെ ആശ്രയിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെ ഇവരെ ആശ്രയിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആശ്രയിക്കാൻ എന്താണ് പറ്റുന്നതാണ്. അപ്പൊ സൺലൈറ്റിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലേ, എല്ലായിടത്തും നമുക്ക് എന്താണ് അവൈലബിൾ അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സൺലൈറ്റിന്റെ റീസൺ പറഞ്ഞെങ്കിൽ ഇപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ സൺലൈറ്റ് എന്തായിരിക്കും, സൺലൈറ്റ് കിട്ടൂല. ഇനി അതേപോലെ സൺലൈറ്റ് കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ വിൻഡ് അല്ലേ, നമ്മുടെ നാട്ടിൽ ഇവിടെ ഞങ്ങളെ ട്യൂഷൻ സെന്ററിന്റെ ഫ്രണ്ട് നമ്മുടെ ട്യൂഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ എച്ചോലെ ഫ്രണ്ടിൽ ഒരു കാറ്റാടി മരം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇവിടത്തെ കാറ്റ് വളരെ കുറവാണ്. നിങ്ങളെ വീടിന്റെ മുറ്റത്ത് ഒരു കാറ്റാടി വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഫുൾ കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫുൾ കറണ്ട് ഉണ്ടാക്കാൻ പറ്റോടാ? ഇല്ല. കാരണം എന്താ, അവിടത്തെ കാറ്റും അവിടത്തെ നേച്ചറുമായിട്ട് എന്തായിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആശ്രയിച്ചിരിക്കും. നല്ലോണം കാറ്റുള്ളടത്ത് കൊണ്ട് ഇത് വെച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അതാണ് സ്പീഡ് ഓഫ് ദ വിൻഡ് ഈസ് നോട്ട് യൂണിഫോം. അതുകൊണ്ട് കാറ്റിന്റെ വേഗത ഒരുപോലെയല്ല. സ്ഥലം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങൾ അനുസരിച്ച് ഇത് മാറാം. ഓക്കെ, അതുകൊണ്ട് വിൻഡ് തീരില്ല. പക്ഷെ വിൻഡ് എല്ലായിടത്തും ഒരേപോലെയല്ല. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്ത്, യെസ്, അടുത്തത് നമുക്ക് പറയാം ടൈഡൽ വേവ് എന്ന് പറയാം. ടൈഡൽ വേവും അങ്ങനെ തന്നെയാണ്. ടൈഡൽ വേവ് എന്ന് വെച്ചാൽ നമ്മുടെ തിരമാല അങ്ങനെ തന്നെ. എല്ലാ കടലിലും ഒരേപോലെ തിരമാലയാണോ? ഒരേ ഹൈറ്റില് ഒരേ ഫോഴ്സിലാണോ തിരമാല വന്നടിക്കുന്നത്? ആണോടാ? അല്ല. അപ്പൊ തിരമാലേനെ നമുക്ക് അങ്ങനെ, തിരമാല നമ്മൾ കടലുള്ളിടത്തോളം കാലം തിരമാല ഉണ്ടാവും. പക്ഷേ എന്ത് നമുക്ക് പറയാൻ പറ്റും, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, എല്ലായിടത്തും ഒരേപോലെ ലഭിക്കണം എന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ കണ്ടെത്തിയ 2 സ്രോതസ്സാണ് ഭാവിയുടെ ഊർജം എന്ന് പറയുന്നത്. അതാണ് ഹൈഡ്രജനും ബയോഡീസലും എന്ന് പറയുന്നത്. എന്ന് പറയുന്നത്. അപ്പൊ ഭാവിയുടെ 2 ഊർജം നമുക്ക് സ്ഥിരതയായി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് ഹൈഡ്രജനും
ബയോഡീസലാണ്. ഇന്ത്യ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കുന്നു നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇന്ത്യ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ല. നല്ല കാര്യം. അപ്പൊ ഇടയ്ക്കൊക്കെ പത്രമൊക്കെ വായിക്കണം. എന്താ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിൽ ഹൈഡ്രജൻ ഇപ്പൊ നമ്മൾ എന്താണ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചല്ല ട്രെയിൻ ഓടിക്കുന്നേ അല്ലേ? ഭാവിയില് ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടായിരിക്കും ട്രെയിൻ ഓടിക്കാൻ പോകുന്നത്. ട്രെയിൻ ഓടുന്നത് ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടായിരിക്കും. സോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നു പോകുന്നത്. സോ ഹൈഡ്രജനും ബയോഡീസലും ആണ് നമ്മൾ അങ്ങനെ കണ്ടെത്തിയത്. ഇനി അതെന്താ നമുക്ക് നോക്കാം. അത് നോക്കുന്നോട് ചാപ്റ്റർ കഴിഞ്ഞു. ഹൈഡ്രജനും ബയോഡീസലും എന്താന്ന് നോക്കാം. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഹൈഡ്രജൻ. വാട്ടർ, വെള്ളം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താ ഹൈഡ്രജൻ നമുക്ക് കിട്ടും, വിച്ച് ഈസ് വെരി ക്ലീൻ ആണ്. ഹൈഡ്രജൻ വെള്ളത്തിൽ നിന്നോ വാതകത്തിൽ നിന്നോ ലഭിക്കുന്നു. അതിനെ കത്തിച്ചാൽ വെള്ളം മാത്രമേ ഉൽപ്പാദിപ്പിക്കുള്ളൂ. മനസ്സിലായോ? ഹൈഡ്രജൻ നമ്മൾ ഓക്സിജനായിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ അത് നമുക്ക് എന്താ റിയാക്ഷൻ നിങ്ങൾ പഠിക്കണ്ട. ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജൻ കംസ് ഫ്രം വാട്ടർ ഓർ നാച്ചുറൽ ഗ്യാസ് എന്നാ പറയുന്നത്. നമുക്ക് നമ്മൾ വെള്ളത്തിന്റെ ഫോർമുല ഒക്കെ പറയും, നിങ്ങൾ പഠിക്കും. സോ അത് ഹൈഡ്രജൻ കംസ് ഫ്രം വാട്ടർ ഓർ നാച്ചുറൽ ഗ്യാസ് ആണ്. ആൻഡ് പ്രൊഡ്യൂസസ് ഓൺലി വാട്ടർ വെൻ ബേൺഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജൻ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് വാട്ടർ ആയിരിക്കും. ആ വാട്ടർ വെരി ക്ലീൻ ആയിരിക്കും. ഹൈഡ്രജൻ വെള്ളത്തിൽ നിന്നോ വാതകത്തിൽ നിന്നോ ലഭിക്കുന്നു. അതിനെ കത്തിച്ചാൽ വെള്ളം മാത്രമേ ഉൽപ്പാദിപ്പിക്കൂ. അതിനാൽ അത് ശുദ്ധമായ ഇന്ധനമാണ്. ആലോചിക്കാം. ഹൈഡ്രജൻ ഉണ്ടാവുന്നത് വെള്ളത്തിൽ തന്നെയാണ്. ഹൈഡ്രജൻ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ വെള്ളം തന്നെയാണ് നമുക്ക് കിട്ടാം വേസ്റ്റ് ആയിട്ട്, അല്ലേ? അപ്പോൾ അത് വളരെ ശുദ്ധമായ ഇന്ധനമാണ്. അതേപോലെ തന്നെ ബയോഡീസൽ ഈസ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അനിമൽ ഫാറ്റ്. ബയോഡീസൽ പ്ലാന്റ്സിന്റെയും ആൻഡ് അനിമൽ ഫാറ്റ്സ് ഉപയോഗിച്ചാണ്. ക്യാൻ ബി ഹെൽപ്പ് ടു റിഡ്യൂസ് പൊല്യൂഷൻ. ബയോഡീസൽ ഈസ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അനിമൽ ഫാറ്റ്സ് അറിഞ്ഞൂടെ? ഫാറ്റ് എന്താണെന്ന് അറിഞ്ഞൂടെ? കൊഴുപ്പ്. ബയോഡീസൽ സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്നുമാണ് നിർമ്മിക്കുന്നത്. ഇത് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ഊർജ സ്രോതസ്സുകൾ. ഒന്ന് ബയോഡീസലും രണ്ടാമത്തത് ഹൈഡ്രജനുമാണ്. ഓക്കെ, ഇനി ഒരൊറ്റ പോയിന്റും കൂടി ഉണ്ട്. ബോത്ത് ഫ്യൂവൽസ് ക്യാൻ ഹെൽപ്പ് us യൂസ് ലെസ് ഫോസിൽ ഫ്യൂവൽസ്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ കുറയും. ഫോസിൽ ഇന്ധനങ്ങൾ എന്തായിരിക്കും നമ്മൾ കുറയും? നമ്മൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, കോള അതൊക്കെ എന്തായിരിക്കും നല്ലോണം കുറയ്ക്കാൻ സഹായിക്കും. നല്ലോണം കുറയ്ക്കാൻ സഹായിക്കും. However, there are challenges in making them cheaper and more available. ഇവ രണ്ടും നല്ലതാണ്, പക്ഷേ കണ്ടീഷൻ എത്രയേ ഉള്ളൂ, ഇവ എന്താ ചീപ്പർ ആവണം. ഇപ്പൊ പെട്രോൾ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, അതേപോലെ നമുക്ക് ഹൈഡ്രജനോ അല്ലെങ്കിൽ ബയോഡീസലോ 100 രൂപയ്ക്ക് പോയാൽ കിട്ടില്ല. അപ്പൊ അതിനെന്താണ് വളരെ വില കുറഞ്ഞതും ഇവ കൂടുതൽ വില കുറഞ്ഞതും ലഭ്യവുമാക്കുന്നതിൽ ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നു. അത് നമ്മൾ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടും. നല്ലൊരു പൊല്യൂഷൻ ഫ്രീ അന്തരീക്ഷം, നമുക്ക് പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ കിട്ടാൻ നമുക്ക് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതോടുകൂടി നമ്മൾ 6ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞടാ. യെസ്, അപ്പോൾ ഇന്ന് എടുത്തത് നന്നായിട്ടൊന്ന് പഠിച്ചോളൂ കേട്ടോ. നിങ്ങൾ വേഗം ഇരുന്നിട്ട് ബയോഗ്യാസിന്റെ അഡ്വാൻറ്റേജ് ഒന്നിരുന്ന് പഠിച്ചേ. ബയോഗ്യാസിന്റെ ബെനിഫിറ്റ്സ് ഇതല്ല. വേഗം ഇരുന്ന് പഠിച്ചേ. ഇത് വേഗം ഇരുന്ന് പഠിക്കട്ടോ. വേഗം ഇരുന്ന് പഠിക്ക്, ചോദ്യം ചോദിക്കും. ഓക്കേ.
യെസ് മക്കളെ, ഹലോ. ഞങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞു. എന്നാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ റിവിഷൻ നടക്കുന്നത് ഈ ചാപ്റ്ററിൽ നിങ്ങളാരും മറന്നു കളയരുത് കേട്ടോ. വലിയ ചാപ്റ്ററാണ്, നന്നായിട്ടൊന്ന് ഇരുന്ന് പഠിച്ചോളൂ. സോ എല്ലാവരും നന്നായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ബ്രേക്കിന് പോകണ്ടേ? ബ്രേക്ക് എടുത്തോ.